ഇത് ഇത് നമ്മൾ ഇവിടെ നിന്ന് തുടങ്ങുകയാണോ അതോ നിങ്ങൾ അവിടെ നിന്ന് തുടങ്ങണം? ചോദ്യങ്ങളാണോ ആദ്യം നമ്മൾ സ്റ്റാർട്ട് ചെയ്യണം? അല്ലേ? എല്ലാവർക്കും നമസ്കാരമുണ്ട്. എല്ലാവർക്കും നമസ്കാരം. ദൈവത്തിൻ്റെ അനുഗ്രഹം കൊണ്ട് ഏവരുടെയും സഹായ സഹകരണത്തോടെ 12-ാം തീയതി എത്രയോ വർഷത്തിനു മുമ്പ് കേരളത്തിൽ നിന്നും അപ്രത്യക്ഷമായ കുറുപ്പിനെ സ്ക്രീനിൽ കൂടി കാണാൻ നമ്മൾ ഒരുങ്ങുകയാണ്. ഈ ഒരു യജ്ഞത്തിന് കേരളത്തിലെ തിയേറ്റർ ഉടമകളോട് മാത്രമല്ല, പോസ്റ്റർ ഒട്ടിക്കുന്നവർ മുതൽ തിയേറ്റർ ഉടമകൾ വരെയുള്ള ഏകദേശം 10,000 കുടുംബങ്ങളുടെ പ്രാർത്ഥനയും ഈ പടത്തിൽ നിന്നു. മാർച്ച് 12-ാം തീയതി ശ്രീ മമ്മൂക്കയുടെ ചിത്രത്തോടു കൂടി തിയേറ്ററിൽ വൻ ഓളങ്ങൾ സൃഷ്ടിക്കാൻ ഞങ്ങൾക്ക് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ നവംബർ 12-ന് അദ്ദേഹത്തിൻ്റെ മകന്റെ ചിത്രങ്ങളോടുകൂടി വൻ ആഘോഷങ്ങൾക്ക് തുടക്കം കുറിക്കുകയാണ്. ഈ ഒരു ആഘോഷവേളകളിൽ കേരളത്തിലെ ആഭാരവൃദ്ധം ജനങ്ങളെയും ഞങ്ങൾ തിയേറ്ററുകളിലേക്ക് സഹർഷം സന്തോഷപൂർവ്വം സ്വാഗതം ചെയ്യുകയാണ്. അതിനോടൊപ്പം ഇന്നത്തെ യുവതലമുറയുടെ ഈ താരങ്ങളോട് ഒരപേക്ഷ കൂടി. നിങ്ങൾ ഇന്നും അമേരിക്കൻ കോർപ്പറേറ്റുകളോടൊപ്പം ആയിരിക്കരുത്. പകരം നിങ്ങളെ നിങ്ങളാക്കിയ, നിങ്ങളെ താരപദവിയിൽ എത്തിക്കുന്ന കേരളത്തിലെ പ്രേക്ഷക ലക്ഷങ്ങളോടൊപ്പം തിയേറ്ററിൽ കൂടി സിനിമ കാണാൻ കൊതിക്കുന്ന, ആഗ്രഹിക്കുന്ന നിങ്ങളുടെ പ്രേക്ഷകരോടൊപ്പമാകണമെന്ന അഭ്യർത്ഥനയും ഇതിനോടൊപ്പമുണ്ട്. ശ്രീ ദുൽഖറിനോടുള്ള ഒരു അഭ്യർത്ഥന കൂടി, പ്ലീസ് അച്ഛൻ്റെ പാത പിന്തുടരും. അതാണ്. താങ്ക് യു. അതെ, അല്ല, മരയ്ക്കാരന് വേണ്ടി ഞങ്ങൾ ഒരുങ്ങിയത് 6 മാസത്തിന് മുമ്പാണ്. ഇപ്പോഴും മരയ്ക്കാരന് വേണ്ടി ഒരുങ്ങിയിരുന്നില്ല. ഇപ്പോഴും ഞങ്ങൾ തിയേറ്റർ തുറക്കുന്നതിന് മുമ്പേ കുറുപ്പിന് വേണ്ടിയുള്ള ആഘോഷങ്ങളിലായിരുന്നു. കുറുപ്പിന് വേണ്ടിയാണ് തിയേറ്റർ ഒരുങ്ങിയത്. ഇത്തവണ അല്ല, ഒരു തിയേറ്റർ തുറക്കുന്നതിന് മുമ്പേ മരയ്ക്കാരന്റെ പ്രൊഡ്യൂസർ തന്നെ അനൗൺസ് ചെയ്തല്ലോ മരയ്ക്കാർ ഇപ്പൊ റിലീസ് ചെയ്യുന്നില്ല. അതുകൊണ്ട് മരയ്ക്കാരനെ പറ്റിയുള്ള ചോദ്യങ്ങൾ തൽക്കാലം നമുക്ക് ഉപയോഗിച്ചില്ല. നമുക്ക് കുറുപ്പിനെ പറ്റിയുള്ള ചോദ്യങ്ങളാണ്. ഈ മരയ്ക്കാർ പോലെ ഒരു ബിഗ് ബഡ്ജറ്റ് ചിത്രം തിയേറ്ററിൽ പ്രദർശിപ്പിക്കാൻ പിന്മാറി OTT-യിലേക്ക് പോയിരിക്കുകയാണ്. അപ്പൊ എന്ത് പ്രതീക്ഷിച്ചാണ് കുറുപ്പ് എന്നൊരു ചിത്രം, ഏത് പ്രതീക്ഷയിലാണ് നിങ്ങൾ തിയേറ്ററിൽ എത്തിക്കുന്നത്? മരയ്ക്കാർ എന്ന് പറഞ്ഞൊരു ചിത്രം ഭയങ്കര ഒരു ബ്രഹ്മാണ്ഡ ചിത്രമാണ്. നമ്മള് കുറുപ്പ് ഒരിക്കലും അതായിട്ട് ഞങ്ങൾ കമ്പയർ ചെയ്യുന്നില്ല. പക്ഷെ കുറുപ്പ് എന്ന് പറയുന്ന പടത്തിന് വേറെ അതിൻ്റെതായ ഒരു പ്രത്യേകതയുണ്ട്, അതിൻ്റെതായ ഒരു ക്വാളിറ്റി ഉണ്ട്. അപ്പൊ അതിൽ ആ ഒരു പ്രൊഡക്റ്റിൽ ഞങ്ങൾക്ക് വിശ്വാസമുണ്ട്. അപ്പൊ അതുകൊണ്ടാണ് ഞങ്ങൾ അത് തിയേറ്ററിൽ ഇറക്കാമെന്നുള്ള തീരുമാനമായിട്ട് മുന്നോട്ട് വന്നിരിക്കുന്നത്. അതെ, ഞാനിത് മുന്നേ ഒരു ചർച്ചയിൽ പറഞ്ഞിട്ടുണ്ടല്ലോ, നമുക്ക് OTT-ന്ന് ഡയറക്ട് ബിസിനസ് വന്നായിരുന്നു. പക്ഷെ നമ്മള് മമ്മൂട്ടി സാർ ഇത് മുന്നേ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മുടെ അടുത്ത്, ഇത് തിയേറ്ററിൽ എക്സ്പീരിയൻസ് ചെയ്യേണ്ട ഒരു മൂവിയാണ്. ഇപ്പൊ വളരെ ലാർജ് ക്യാൻവാസിൽ എടുക്കുന്ന മൂവി നമ്മൾ OTT-ൽ കണ്ടാൽ പലപ്പോഴും അതിനൊരു ന്യായീകരണം ഉണ്ടാവത്തില്ല. നമ്മൾ കണ്ടിട്ട് നമ്മൾ പറയും തിയേറ്ററിൽ കണ്ടിട്ടുണ്ടെങ്കിൽ ഇതിനെക്കാട്ടും നല്ല ഭംഗിയായിരുന്നു തന്നെയാണ്. അപ്പൊ ആ ഒരു കാഴ്ചപ്പാടിൽ നോക്കുമ്പോൾ ഇത് തിയേറ്ററിൽ വരേണ്ട ഒരു പ്രൊഡക്റ്റ് തന്നെയാണെന്ന് ഞങ്ങളുടെ വിശ്വാസം. ലാഭം ഉണ്ടാക്കാനുള്ള ഒരു സാധ്യത ഉണ്ടെന്ന് തന്നെയാണ് ഞങ്ങളുടെ വിശ്വാസം. തിയേറ്ററുകളിലുള്ള ആളുകൾ എത്തും, അതിന് പോസിറ്റീവായിട്ട് ഞങ്ങൾ റെസ്പോൺസും കണ്ടു തുടങ്ങി. ഞങ്ങൾ 10 ദിവസം മുന്നേ പ്രീ ബുക്കിംഗ് തുടങ്ങി. പല സെന്റേഴ്സിലും ഫുൾ ഹൗസ് ആയി തുടങ്ങിയിട്ടുണ്ട്. അപ്പൊ അത് ആർക്കും വേണമെങ്കിലും ചെക്ക് ചെയ്യാം. ഇത്രയധികം ഗെറ്റപ്പിൽ വരുന്നത് ഒരു ചിത്രത്തിൽ ഒരു ക്യാരക്ടറായിട്ട് തന്നെ വരുന്നത് ആദ്യമായിട്ടാണല്ലോ. 84-ലെ മാനേഴ്സ് ഒക്കെ കീപ്പ് ചെയ്യുന്നത് എങ്ങനെയുണ്ട് ഒരു ക്യാരക്ടറായിട്ട്? അല്ല, വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ആദ്യം എല്ലാവർക്കും നമസ്കാരം സാർ. ഇതൊരു ലേറ്റ് 60s തുടങ്ങിയിട്ട് 70s 80s അത്രയും കാലഘട്ടങ്ങൾ കടന്നു പോകുന്ന സിനിമയാണ്. പിന്നെ അതുപോലെ ഒരുപാട് വേഷങ്ങളും അല്ലെങ്കിൽ ഗെറ്റപ്സിലൊക്കെ വരുന്നൊരു ക്യാരക്ടർ ആയതുകൊണ്ട് തന്നെ പിന്നെ അതിൻ്റെതായ എന്താ പറയുക, റൈറ്റിങ്ങിലും ഒക്കെ നമുക്ക് അത്രയും
എക്സ്പീരിയൻസ് ആണ്. എനിക്ക് എൻ്റെ ഒരു വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള എക്സ്പീരിയൻസ് ആണ് അത്. അതുപോലത്തെ വേഷങ്ങൾ ധരിക്കുകയും അല്ലെങ്കിൽ ഈവൺ ആ ഒരു പീരിയഡ് ലുക്കിലോട്ട് വരാൻ ഞാൻ ഓൾമോസ്റ്റ് ഒരുപാട് മുടി വളർത്തുകയും വേറെ പടങ്ങൾ നിർത്തി വയ്ക്കുകയൊക്കെ ചെയ്തായിരുന്നു ആ സമയത്ത്. പക്ഷെ അതെല്ലാം അതിൻ്റെ റിസൾട്ട് എനിക്ക് തോന്നുന്നു സ്ക്രീനിൽ ഉണ്ടാവും തോന്നുന്നു. ആൻഡ് സോഷ്യൽ മീഡിയയിൽ ഏറ്റവും വലിയ ചർച്ച എന്ന് പറയുന്നത് ഞങ്ങളുടെ പ്രിയപ്പെട്ട ദുൽഖർ സൽമാൻ ഈ ഇത്രയും ആക്രമണ സ്വഭാവമുള്ള കുറുപ്പിന്റെ കഥാപാത്രം അവതരിപ്പിക്കുന്നു. സോ ഞങ്ങളുടെ ഡിക്യു അത്രയും ഒരു ക്രൂരനാകുമോ എന്നുള്ളൊരു പേടി ഇപ്പോഴും പല ഫാൻസിനും ഉണ്ട്. അങ്ങനെ ഒരു ക്രൂരനാകുമോ ഡിക്യു? എന്തായാലും എന്താ പറയുക, ക്യാരക്ടറിനോട് നമ്മൾ നീതി പുലർത്തിയിട്ടേ കാര്യമുള്ളൂ. സോ അതെനിക്ക് ഒരു അതിന്റെ ട്രൂ അല്ലെങ്കിൽ സത്യമായിട്ട് തന്നെ ആയിരിക്കും അത് പ്രൊജക്ട് ചെയ്തിരിക്കുന്ന പടത്തിൽ. പിന്നെ കുറച്ച് സ്റ്റൈലും ഫ്ലെയറൊക്കെ ഉണ്ടാവും. അതിൻ്റെ അഭിപ്രായത്തിൽ ഓൾമോസ്റ്റ് ഏതൊരു കോൺമാനോ അല്ലെങ്കിൽ അങ്ങനെ ഇതുപോലെ എന്താ പറയുക, എല്ലാ ആളുകളിലും സ്റ്റൈലുണ്ടാവും. എല്ലാ ആളുകളും അല്ല. ഐ തിങ്ക് ഇപ്പൊ നമ്മൾ ഏതൊരു ക്രൈം ഡോക്യുമെന്റ് എടുത്ത് നോക്കിയാലും ഇതുപോലെ ആൾക്കാരെ പറ്റിക്കുകയും അല്ലെങ്കിൽ അങ്ങനെ ചെയ്യുന്ന ആൾക്കാർ ഇത് വളരെ എൻജോയ് ചെയ്യുന്ന ആൾക്കാരാണ്. അപ്പൊ അവർക്ക് അതുപോലെ ഒരു ഫ്ലെയർ ഉണ്ടാവും എനിക്ക് തോന്നുന്നു. പിന്നെ ഗ്രൂപ്പിനെ കുറിച്ച് നമ്മൾ ചെയ്ത എല്ലാ റിസർച്ചിലും അതുപോലത്തെ ഒരു വ്യക്തിയായിരുന്നാണ് ഡ്രസ് ചെയ്യും. അല്ലെങ്കിൽ ഇപ്പൊ ഗൾഫിൽ നിന്ന് വരുമ്പോഴാണെങ്കിലും നാട്ടിലെല്ലാവരും ട്രീറ്റ് ചെയ്യും, ഇവിടെ വസ്ത്രങ്ങൾ, അതിനെ കുറിച്ചൊക്കെ നാട്ടിലെല്ലാവരും സംസാരിച്ച രീതിയിൽ. അപ്പൊ അതെനിക്ക് തോന്നുന്നു നമ്മുടെ സ്റ്റൈലിസ്റ്റ് ആയാലും പ്രവീൺ വർമ്മ അല്ലെങ്കിൽ ശ്രീനാഥ് നമ്മളെല്ലാവരെയും മനസ്സിൽ അങ്ങനെയാണ് അത് വിഷ്വലൈസ് ചെയ്തത്. അപ്പൊ എനിക്ക് തോന്നുന്നു അതങ്ങനെ കാണുമ്പോഴത്തേക്കും ചിലപ്പോൾ ഭയങ്കര ഹീറോയിക് ആയിട്ടും അങ്ങനെ തോന്നുമായിരിക്കും. പക്ഷെ പടം കാണുമ്പോൾ ഹോപ്പ്ഫുള്ളി അങ്ങനെ തോന്നില്ല. ഒരു കഥാപാത്രത്തിന് ഒരു ഗ്ലോറിഫിക്കേഷൻ, അതായത് സ്വാഭാവികമായിട്ടും ഒരു ചരിത്രത്തിന്റെ ഭാഗമായിട്ടുള്ള ഒരു കഥാപാത്രമാണ്, അതിനൊരു ഗ്ലോറിഫിക്കേഷൻ സിനിമയിലൂടെ ഉണ്ടാകുമെന്ന് തോന്നുന്നു. ഇല്ല, അത് ഉണ്ടാകുന്ന തന്നെയായിരുന്നു ഞങ്ങളെല്ലാവരും എന്താ പറയുക ഏറ്റവും വലിയ പ്രയോറിറ്റി. അതിനായിട്ട് തന്നെ ഒരുപാട് തവണ നമ്മളത് എഡിറ്റ് ചെയ്യും, അല്ലെങ്കിൽ ആ ഒരു പോയിന്റിലാണ് ഞങ്ങളെല്ലാവരും ഫോക്കസ് ചെയ്തിരുന്നത്. പക്ഷെ ഓഫ്കോഴ്സ് ഇതൊരു വലിയ ബഡ്ജറ്റ് സിനിമയും കൂടിയാണ്. അപ്പോൾ അത് ആൾക്കാർക്ക് എന്റർടൈൻമെന്റും കൂടി ആയിരിക്കണം എന്നുള്ള രീതിയിലാണ് അത് പ്രസന്റ് ചെയ്തിരിക്കുന്നത്. പക്ഷെ സിനിമ കാണുമ്പോൾ അങ്ങനെ നമ്മൾ ഗ്ലോറിഫൈ ചെയ്ത് തോന്നില്ല. ഈ ചാക്കോയുടെ മകൻ ജിതിൻ ചിത്രം കണ്ടതിന് ശേഷം പറഞ്ഞത് പുറം ലോകം അറിയാത്ത പല കഥകളും കുറിപ്പിനെ കുറിച്ച് ഈ ചിത്രത്തിൽ ഉണ്ടെന്നാണ്. പുള്ളി 2 പ്രാവശ്യം കണ്ടു എന്നാണ് പറയുന്നത്. എഡിറ്റിങ്ങിന് മുമ്പ് പിന്നീട് അതിനുശേഷം കണ്ടു എന്നാണ് പറയുന്നത്. അപ്പം അത്തരത്തിലുള്ള സസ്പെൻസുകൾ ഈ ചിത്രത്തിലുണ്ടോ? പുറം ലോകം അറിയാത്ത വാർത്ത പ്രാധാന്യം ഇല്ലായിരുന്ന പല കാര്യങ്ങളും. ഞങ്ങൾ ആക്ച്വലി എന്താ സിനിമ ഷൂട്ട് തുടങ്ങുന്നതിന് മുമ്പ് അല്ലെങ്കിൽ ഇങ്ങനൊരു ഐഡിയ കൺസീവ് ചെയ്യുന്നതിൽ ഫാമിലിയായിട്ട് ബന്ധപ്പെടുകയും അവരെ അറിയിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നീട് അത് അവരെ കാണിക്കുകയും അവരെ അപ്രൂവലൊക്കെ എടുത്തിട്ട് തന്നെയാണ് പടം മുമ്പോട്ട് കൊണ്ടുപോയത്. പിന്നെ എനിക്ക് തോന്നുന്നു ഇതിൻ്റെ റൈറ്റേഴ്സ് ആയാലും ആരാണെങ്കിലും നമ്മളിപ്പോൾ ഇതിൻ്റെ ഒരു ഡെപ്തിലോട്ട് കടക്കുമ്പോഴത്തേക്കും ഒരുപാട് കഥകളൊക്കെ നമുക്ക് കേൾക്കാൻ പറ്റും. അപ്പോൾ അതുപോലെ തന്നെ ഒരു ഓൾമോസ്റ്റ് ഒരു ബയോപിക് പോലത്തെ സിനിമയാണ്. അത്രയും ഡീറ്റെയിൽസിലോട്ട് പോയിട്ടുണ്ട്. ഒരുപാട് കാലഘട്ടങ്ങളുണ്ട്, ഒരുപാട് ഏജസ് ഉണ്ട്. അപ്പോൾ അതെല്ലാം ഭംഗിയായിട്ട് എന്താ പറയുക ക്യാപ്ചർ ചെയ്യാൻ പറ്റുന്നതാണ് ഞങ്ങളുടെ വിശ്വാസം. സുകുമാരക്കുറുപ്പ് എന്ന് പറയുമ്പോൾ പിടികിട്ടാ പുള്ളിയാണ്, ആർക്കും പിടി കൊടുക്കാത്ത മനുഷ്യനാണ്. അപ്പോ ഈ കുറുപ്പ് ക്രൂവില് സ്ക്രിപ്റ്റ് റൈറ്റേഴ്സിനാണോ സുകുമാരക്കുറുപ്പ് പിടി കൊടുത്തിരിക്കുന്നത്? അത് നിങ്ങൾ സിനിമ കാണണം. പക്ഷെ ഉറപ്പായിട്ടും ഇത് കേട്ട കഥകളും പിന്നെ കുറച്ച് നമ്മൾ ഒബിയസ്ലി ഫിക്ഷനും ഉണ്ടാവും. ഞാൻ നേരത്തെ പറഞ്ഞ ഒരു സിനിമ നമുക്കൊരു വൈഡ് ഓഡിയൻസ് അല്ലെങ്കിൽ എല്ലാവരും എന്റർടൈൻ ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് സിനിമ ഫുള്ളായിട്ട് കൺസീവ് ചെയ്തിരിക്കുന്നത്. സോ എൻ്റെ അഭിപ്രായത്തിലൊരു ഇറ്റ്സ് എ ഗുഡ് എന്താ പറയുക ഒരു മിക്സ് ഓഫ് ഫാക്ട്സ് ആൻഡ് ഫിക്ഷൻ. പിന്നെ ഈവൻ ഒരു സെൻസർ ലെവലിൽ നമ്മൾ എക്സാക്ട് നെയിംസോ അല്ലെങ്കിൽ അങ്ങനെ ഉപയോഗിച്ചിട്ടില്ല. അപ്പം അതുകൊണ്ട് കുറച്ചൊരു സിനിമാറ്റിക് ലൈസൻസ് ഉണ്ടെന്ന് തോന്നുന്നു. എന്തായാലും പക്ഷേ ഇതൊരു സിനിമയായിട്ട് കാണുന്നതാണ് എൻ്റെ ഒരു വിശ്വാസം. പൊതുവെ അങ്ങനെ റിവ്യൂസ് ഒന്നും പറയാത്ത ആളാണ്. പക്ഷെ ഇതൊരു സിനിമാറ്റിക് എക്സ്പീരിയൻസ് ആണെന്ന് പറഞ്ഞു. ഞങ്ങൾ എല്ലാവർക്കും തോന്നിയത് തന്നെയാണ്. ഇൻഫാക്ട് ഈവൻ നമ്മളൊരു OTT റിലീസ് ഡിസ്കഷൻ നടക്കുമ്പോഴും ഇത്രയും വലിയ ബഡ്ജറ്റുള്ള സിനിമയാണ്. എന്നെ സംബന്ധിച്ച് എൻ്റെ ഏറ്റവും വലിയ സിനിമയാണ്. പിന്നെ ഇത്രയും ഈ നമ്മളെല്ലാവരും ഇൻഫാക്ട് ഞാൻ മാത്രമല്ല ഇൻഡസ്ട്രിയിൽ എല്ലാവരും കോവിഡിന് മുന്നേ നമ്മളെല്ലാവരും എന്താ പറയുക വലിയ രീതിയിലാണ് ചിന്തിച്ചത്. ആരാണെങ്കിലും ഓൾമോസ്റ്റ് എല്ലാ മേക്കേഴ്സും എല്ലാവരും വലുതായി ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന സമയമാണ്. നമുക്ക് എന്താ പറയുക നാഷണലിയും ഇന്റർനാഷണലിയൊക്കെ നമ്മുടെ സിനിമ വലുതാക്കണം, ബഡ്ജറ്റ്സ് കൂട്ടണം, കൂടുതൽ തിയേറ്റേഴ്സിൽ പ്രദർശിപ്പിക്കണം. അതൊരു അത്രയും
ഓഡിയൻസ് അട്രാക്ട് ചെയ്യാൻ പറ്റുന്ന പോലത്തെ വലിയ സിനിമകൾ ചെയ്യണം എന്നുള്ളൊരു ചിന്തയാണ് ആ സമയത്ത് എല്ലാവരും. സിനിമകളെല്ലാം കൂടുതലായിട്ട് OTT പ്ലാറ്റ്ഫോമിലേക്കാണ് പോകുന്നത്. നിങ്ങളെപ്പോലത്തെ ഈ സിനിമ OTT വിൽപ്പന നടത്തി പിന്നീട് ചെയ്തിരിക്കുന്നു. നിലവിലെ ഈ സാഹചര്യം OTT-യുമായി ഈ സിനിമ പോകുന്നതായിട്ട് എന്താണ് താങ്കളുടെ അഭിപ്രായം? ഇപ്പൊ ഈ ഇങ്ങനത്തെ OTT ചർച്ച നടക്കുന്നത് തന്നെ എനിക്ക് മെയിൻലി ഈ 2 കൊല്ലം കോവിഡ് പാൻഡമിക് കാരണമാണ്. കാരണം അതിനും മാത്രം ഇൻട്രസ്റ്റ് കോസ്റ്റും നമ്മൾ ഈ പടങ്ങൾ ഹോൾഡ് ചെയ്യുമ്പോഴത്തേക്കും അത് വെറുതെ ഇവിടെ ഇരിക്കുകയല്ലോ. നമ്മൾ ഈ ഫണ്ടുകൾ എല്ലാവരും റേസ് ചെയ്യുന്നതാണ്. ആരുടെയും ഇത്രയും വലിയ ബഡ്ജറ്റുള്ള സിനിമകൾ നമുക്ക് തന്നെത്താൻ ചെയ്യാനുള്ള ഫണ്ട്സ് ഉണ്ടാവും. അപ്പോൾ ഈ ഫണ്ട്സിനൊക്കെ ഒരു കോസ്റ്റ് ഉണ്ട്. ആ കോസ്റ്റ് ഇത്രയും 2 കൊല്ലമായിട്ട് ഈ എല്ലാ പ്രൊഡക്ഷൻ ഹൗസസും നമ്മളിപ്പോൾ ചർച്ച ചെയ്യുന്ന എല്ലാ സിനിമകളുടെയും പ്രൊഡക്ഷൻ ഹൗസസ് എല്ലാ മാസവും ഇൻകർ ചെയ്യുന്ന ഒരു എക്സ്പെൻസാണ്. അതിൽ ഇങ്ങോട്ടൊന്നും വരാതായിട്ട് ഇപ്പോൾ ഒരുപാട് നാളായി. അപ്പോൾ ആ ഒരു ഘട്ടത്തിൽ ഓഫ് കോഴ്സ് നമ്മൾ എങ്ങനെയെങ്കിലും ഇത് സേഫ് ആക്കണം, അല്ലെങ്കിൽ അങ്ങനെ ചിന്ത വരുമ്പോഴാണ് നമുക്കിപ്പോൾ എല്ലാ ഓപ്ഷൻസും നമ്മൾ എക്സ്പ്ലോർ ചെയ്ത് പറ്റും. അല്ലെങ്കിൽ എൻ്റെ അഭിപ്രായത്തിൽ ഇതുപോലത്തെ വലിയ സിനിമകൾ ആർക്കും OTT കൊടുക്കണമെന്നുള്ളൊരു ആഗ്രഹമില്ല. എല്ലാവരും ഇത് കൺസീവ് ചെയ്തിരുന്നു. ഇപ്പോൾ നമ്മൾ മേക്കേഴ്സ് ആണെങ്കിലും പ്രൊഡ്യൂസേഴ്സ് ആണെങ്കിലും ആക്ടേഴ്സ് ആണെങ്കിലും നമ്മളെല്ലാവരും ഈവൻ ഇപ്പോൾ ഒരു എൻ്റെ DOP നിമേഷോട് ചോദിച്ചാൽ പോലും അവർ പോസ്റ്റ് പ്രൊഡക്ഷൻ ചെയ്യുമ്പോഴത്തേക്കും നമ്മൾ തിയേറ്റേഴ്സിന് വേണ്ടി ചെയ്യുന്നത് ഇറ്റ്സ് എ ഡിഫറെൻറ്റ് എന്താ പറയുക ട്രീറ്റ്മെൻറ്റ് എല്ലാ രീതിയിലും. അതിന് DI ആണെങ്കിലും എന്താണെങ്കിലും. അപ്പോൾ അത് തന്നെ ഇപ്പോൾ OTT-യിലൂടെ നമ്മൾ തിരിച്ച് ചെയ്യുന്നെങ്കിൽ തന്നെ അത് ഫുൾ നമ്മൾ മാറ്റണം. അതും ഒരു ആഡ് എക്സ്പെൻസ് ആണ്. പക്ഷെ എങ്ങനെ പോയാലും നമ്മളൊരു വലിയ സ്കെയിലിൽ ഷൂട്ട് ചെയ്യുന്ന പടം, അല്ലെങ്കിൽ വലിയ ഭയങ്കര വൈഡ്സിൽ നമ്മൾ ഇത്രയും വലിയ സെറ്റ് വർക്കും ഇത്രയും ആർട്ടിസ്റ്റുകളും ഇത്രയും ഇതെല്ലാം നമ്മൾ കാണിക്കുന്നത് വലിയ രീതിയിലാണെങ്കിൽ അതൊരിക്കലും ഒരു ചെറിയ സ്ക്രീനിൽ നമുക്ക് എൻജോയ് ചെയ്യാൻ പറ്റും. പക്ഷെ ഓഫ് കോഴ്സ് എന്തായാലും ചെറിയ സിനിമകൾ അല്ലെങ്കിൽ അങ്ങനത്തെ പടങ്ങളൊക്കെ നമുക്കൊരു ഇനി മുമ്പോട്ട് അങ്ങനെ ഉണ്ടാവും. ദ വിൽ ബി OTT സിനിമകൾ, അല്ലെങ്കിൽ അതിന് വേണ്ടിയിട്ടുള്ള കണ്ടന്റ് വേറെ ഉണ്ടാവും. പക്ഷെ നമ്മുടെ വലിയ സിനിമകൾ അല്ലെങ്കിൽ തിയേറ്റേഴ്സിൽ കാണുന്ന സിനിമകൾ ഇസ് ഓൾവേസ് തിയേറ്റേഴ്സിനെ നമുക്ക് എൻജോയ് ചെയ്യാൻ പറ്റും. അപ്പോൾ ആ ഒരു ഘട്ടത്തിലായിരിക്കും നമ്മളെല്ലാവരും OTT എക്സ്പ്ലോർ ചെയ്യും. പക്ഷെ എല്ലാവരെയും അതിന് എനിക്ക് 100% ഉറപ്പുണ്ട്, എല്ലാവരെയും ആഗ്രഹം തിയേറ്റേഴ്സ് തന്നെ കളിക്കണമെന്നാണ്. കാരണം തിയേറ്റേഴ്സിന് വേണ്ടി കൺസീവ് ചെയ്ത സിനിമകളാണ് ഇതെല്ലാം. എന്തായാലും ഈ സിനിമയ്ക്ക് നമുക്ക് റിസ്ക് ഉണ്ട്. അത് ഞാനത് എങ്ങനെ ഷുഗർ കോട്ട് ചെയ്തിട്ടും കാര്യമില്ല. നമുക്കൊരു അത്യാവശ്യം വലിയ റിസ്ക് തന്നെ പടത്തിലുണ്ടാവും. പക്ഷെ അതൊരു ആ റിസ്ക് എടുക്കാമെന്ന് തന്നെയാണ് ഞങ്ങളുടെ പ്രൊഡ്യൂസേഴ്സും ഞങ്ങളെല്ലാവരെയും തീരുമാനം. കാരണം എങ്ങനെ പോയാലും ഇതൊരു തിയേറ്ററിൽ സിനിമയാണ്. അത് പിന്നെ അതൊരു വിശ്വാസമുണ്ടോ നമ്മളിപ്പോൾ കോവിഡിന് മുമ്പും അല്ലെങ്കിൽ ഇതുപോലത്തെ റെസ്ട്രിക്ഷൻസിന് മുമ്പും നമ്മൾ ആര് വലിയ സിനിമ ചെയ്താലും അല്ലെങ്കിൽ ഒരു OTT ബിസിനസ് വരുന്നതിന് മുമ്പും എല്ലാവരും പണ്ട് റിസ്ക് എടുക്കുമായിരുന്നു. അപ്പോൾ അതുപോലെ തന്നെ ഉള്ളൂ. നമ്മളിപ്പോൾ ഇനി ആ റിസ്ക് എടുത്തേ പറ്റും. പക്ഷേ ദൈവം സഹായിച്ച് ഐ തിങ്ക് എല്ലാവർക്കും പടം ഇഷ്ടപ്പെടും. മാക്സിമം ആൾക്കാർ കയറുന്ന കാര്യങ്ങൾ എന്തായാലും തിയേറ്ററിൽ തന്നെ എക്സ്പീരിയൻസ് ചെയ്യേണ്ട പടമാണ്. അതുപോലെയുള്ള മേക്കിങ്ങോൺ, അതുപോലെയുള്ള എല്ലാ തരം സപ്പോർട്ടും സൗണ്ട് പരമായും തിയേറ്ററിക്കൽ എക്സ്പീരിയൻസിന് വേണ്ടിയിട്ടാണ് അത് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ആ റിസ്ക് എനിക്ക് തോന്നുന്നത് നമ്മളൊരു എഫേർട്ടാണെങ്കിലും നമ്മുടെ ഉദ്ദേശങ്ങളാണെങ്കിലും നല്ല സിനിമ ചെയ്യണമെന്നായിരുന്നു. അപ്പോൾ അതിന് എന്താ പറയുക ഒരു പ്രതിഫലം കിട്ടുമെന്ന് തോന്നുന്നു. എല്ലാ രീതിയിലും എനിക്കത് ഞാനിങ്ങനെ ഈ സിനിമ ചെയ്യുന്നവരെ ഒരു കൊല്ലത്തേക്കാളൊന്നും ചെയ്തിട്ടില്ല. ഞാൻ ഈ ഒരു സിനിമയിൽ മാത്രമാണ് ഫോക്കസ് ആയിട്ടുള്ളത്. നമ്മൾ ഓൾമോസ്റ്റ് 5-6 സംസ്ഥാനങ്ങളിലും പിന്നെ മിഡിൽ ഈസ്റ്റിലൊക്കെ പോയി ഷൂട്ട്. അപ്പോൾ അതിൻ്റെ ഫിസിക്കൽ എഫേർട്ട് തന്നെ വലുതാണ്. അപ്പോൾ ഈ ഇവിടെ ഇൻ ടേംസ് ഓഫ് ഒരു ബഡ്ജറ്റ് ഇപ്പോൾ ഞാൻ പ്രൊഡ്യൂസ് ചെയ്തതില്ല എന്തെങ്കിലും ഇതുവരെ ഞാൻ ചെയ്ത സിനിമകളിലേക്ക് വെച്ചിട്ട് എൻ്റെ ഏറ്റവും എക്സ്പെൻസീവ് പടം. ഈ പറഞ്ഞ പോലെ തിയേറ്ററിൽ കാണേണ്ട സിനിമകൾ തിയേറ്ററിൽ തന്നെ നൽകണം എന്നാണ് താങ്കളുടെ അഭിപ്രായം. ഇനിയുള്ള കാലഘട്ടത്തിൽ താങ്കളൊരു സിനിമ OTT-ലേക്ക് എന്ന് പറഞ്ഞ് ഷൂട്ട് ചെയ്യുമോ, തിയേറ്ററിൽ മാത്രം, അങ്ങനെ 2 ആയിട്ട് തിരിച്ചു കാണും? താങ്കളൊരു സിനിമ എടുത്താൽ ഒരു പ്രതിസന്ധി വന്നാൽ ഇനി OTT-ലേക്ക് നൽകും? ഞാൻ എന്താ പറയുക, ഞാൻ ഈ പീരീഡിൽ ഞാനൊന്നും അങ്ങനെ സിനിമ ചെയ്തിട്ടില്ല. പക്ഷേ നമുക്കിപ്പോൾ ചില കഥകൾ പോലെ ഇരിക്കും. ചില സിനിമകൾ നമ്മൾ ഇപ്പം മുമ്പ് നമ്മൾ മൾട്ടിപ്ലക്സ് ചിലപ്പോൾ പറഞ്ഞ സിനിമകളിൽ ചിലപ്പോൾ ഐ തിങ്ക് OTT-യിലോട്ട് പോകാൻ ചാൻസ് ഉണ്ട്. അല്ലെങ്കിൽ ചിലപ്പോൾ ഭയങ്കര സീരിയസോ ഡാർക്കായിട്ടുള്ള സിനിമകൾ ചിലപ്പോൾ നമുക്കൊരു മൂഡോടെ കാണുന്ന സിനിമകളൊക്കെ എനിക്കുന്നത് ചിലപ്പോൾ OTT-ക്കായിരിക്കും കൂടുതൽ ആപ്റ്റ്. അത് മാത്രമല്ല ഇപ്പം തന്നെ എന്തായാലും ഒരു വലിയൊരു
2 കൊല്ലത്തെ ബാക്ക്ലോഗ് സിനിമകൾ തിയേറ്ററിൽ ഇറങ്ങാൻ വന്നിട്ടുണ്ട്. ഒരു ചെറിയ പെർസെൻറ്റേജ് എന്തായാലും അങ്ങോട്ട് പോകുന്നതായിരിക്കും. കുറുപ്പ് എന്ന് പറയുന്ന വ്യക്തി എന്ന് പറയുന്നത് പല കഥാപാത്രങ്ങളായിരുന്നാലും അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ പല കാര്യങ്ങളും ഇപ്പോഴും ഒളിപ്പിച്ചു വെച്ചിരിക്കുകയാണ്. പക്ഷെ നമ്മളിപ്പം കുറുപ്പ് എന്ന് പറഞ്ഞിട്ട് ഗൂഗിളിൽ സെർച്ച് ചെയ്യണമെന്നുണ്ടെങ്കിലും പല താരങ്ങളുടെയും പേര് ഇപ്പം ആക്ച്വലി DQ, അതുപോലെ തന്നെ സണ്ണി ആൻഡ് ദെൻ ഷൈൻ ചാക്ക, അങ്ങനെ കുറച്ച് പേരുടെ ഇവരാണ് അഭിനയിക്കുന്നത് മാത്രമേ ഒഫീഷ്യലി ഡിക്ലെയർ ചെയ്തിട്ടുള്ളൂ. പക്ഷെ വേറെ സസ്പെൻസ് സിനിമ കാണുമ്പോൾ വേറെ താരങ്ങൾ അതിനകത്ത് ഉണ്ടാവും, പ്രത്യേകിച്ച് ഒരു കുറുപ്പിന്റെ ചിത്രമാകുമ്പോൾ. ഞാനിപ്പോ നമ്മൾ ഇത്രയും വലിയൊരു സിനിമ നമ്മൾ തിയേറ്ററിൽ ഇറക്കാൻ പോകും. ഞാനിതിന്റെ സസ്പെൻസും ഇപ്പൊ വെളിപ്പെടുത്തിയപ്പോൾ നിങ്ങൾ തിയേറ്ററിൽ എന്തെങ്കിലും ചോദിക്കും. അതുകൊണ്ട് എന്തായാലും എക്സ്പെക്ട് ചെയ്യാം. ഹോപ്പ്ഫുള്ളി ഒരുപാട് സർപ്രൈസസ് ഉണ്ടാവും. ഒരു രീതിയിൽ നമ്മൾ എങ്ങും കോംപ്രമൈസ് ചെയ്യാത്ത സിനിമയാണ്. എല്ലാ വിധത്തിലും ഒരുപാട് പ്രാവശ്യം നമ്മൾ കാണുകയും എന്തെങ്കിലും കറക്ഷൻസ് ചെയ്യണം, അതിനും എഫേർട്ട് എടുക്കുകയും എല്ലാം ചെയ്ത സിനിമയാണ്. ഇപ്പോൾ എന്താ പറയുക, ഞങ്ങളെല്ലാവരും വിശ്വാസം അതിൻ്റെ പടത്തിൻ്റെ ഒരു ബെസ്റ്റ് വേർഷനിലാണ് ഇപ്പോൾ നിൽക്കുന്നത്. അതെന്തായാലും തിയേറ്ററിൽ തന്നെ എൻജോയ് ചെയ്യണം. എന്തായാലും ഒരുപാട് ഒപ്പീനിയൻസ് ഉണ്ടാവും, ചർച്ചകളുണ്ടാവും. കാരണം ഇതുപോലത്തെ ഒരു സബ്ജക്റ്റ് ആയതുകൊണ്ട്, ഇതുപോലത്തെ ഒരു വ്യക്തിനെ കുറിച്ചായതുകൊണ്ട് പക്ഷെ കൂടുതലും പോസിറ്റീവ് ആയിരിക്കും എന്നാണ് ഞങ്ങളുടെ വിശ്വാസം. നമുക്ക് ആദ്യമായിട്ടാണ് തോന്നുന്നത് ദുൽഖറിന്റെ ഒരു ട്രെയിലർ, സിനിമയുടെ ട്രെയിലർ ഷെയർ ചെയ്യുന്നത്. അപ്പോൾ അത് ഷെയർ ചെയ്ത നിമിഷങ്ങൾ തന്നെ ഒരുപാട് സോഷ്യൽ മീഡിയ മൊത്തത്തിൽ ഒരു ട്രോളുകൾ കൊണ്ട് നിറഞ്ഞു കഴിഞ്ഞു. അപ്പോൾ അത് ശ്രദ്ധയിൽപ്പെട്ടത് പെട്ടെന്ന് ഞാൻ നമുക്കറിയാതെ ഫോൺ അടിച്ച് ചെയ്തതാണ്. അല്ല, ഇത്തവണ ഞാൻ സാധാരണ എന്താ പറയുക, ആരെയും അങ്ങനെ റിക്വസ്റ്റ് ചെയ്യാത്തതാണ്. പൊതുവെ എൻ്റെ സിനിമകൾ ഒറ്റയ്ക്ക് ഞാൻ പ്രൊമോട്ട് ചെയ്തിട്ടുള്ളൂ. പക്ഷെ ഇത് ഇത്രയും വലിയ സിനിമയും ഇതുപോലത്തെ ഒരു സിറ്റുവേഷൻ നമ്മൾ കോവിഡിന് ശേഷം വരുന്ന ആദ്യത്തെ സിനിമയും കൂടെ ആയതുകൊണ്ട് ഞാൻ മാക്സിമം ആൾക്കാരോട് ഞാൻ റിക്വസ്റ്റ് ചെയ്തു, നിങ്ങൾ എല്ലാവരും ഷെയർ ചെയ്യണം. എൻ്റെ വീട്ടിൽ തന്നെ സ്വന്തം ഈ പടം ഞാൻ ഫോൺ എടുക്കണേ എന്ന് പറഞ്ഞാൽ ഞാൻ തന്നെയാണ് പോസ്റ്റ് ചെയ്തത്. അപ്പോൾ ട്രോളൊക്കെ കറക്റ്റായിരുന്നു. ചരിത്രത്തോട് യഥാർത്ഥത്തിൽ ഈ കുറുപ്പെന്നൊരു കഥ യഥാർത്ഥത്തിൽ ഭയങ്കര ഹോട്ട് സബ്ജക്റ്റ് ആയ കുറ്റാന്വേഷണ കഥയാണ്. കേരളത്തിനെ സംബന്ധിച്ചിടത്തോളം, ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ടോട്ടലി ഹോട്ടായി നിന്ന സബ്ജക്റ്റാണ്. ഇന്നും കുറുപ്പെന്ന് പറയുന്ന നേരത്ത് എല്ലാവരും ഇന്നും കൂടെ വായിച്ചു നോക്കുന്ന അർത്ഥത്തിലേക്ക് വരും. എത്രത്തോളം എന്താണ് ചരിത്രത്തോട് നീതി പുലർത്താൻ കഴിഞ്ഞു എന്ന് തോന്നുന്നു? എനിക്ക് പറഞ്ഞ പോലെ തന്നെ ശ്രീനാഥ് ഇതിനോടുള്ള ഒരു, ഇപ്പോൾ നമ്മളെല്ലാവരും എൻ്റെ ചെറുപ്പത്തിൽ മുതൽ നമ്മൾ കേൾക്കുകയും അല്ലെങ്കിൽ അറിയാവുന്ന ഒരു കേസാണ്. ഓൾമോസ്റ്റ് നമ്മൾ ഒരുപാട് സിനിമകളിൽ ഇതിനെക്കുറിച്ച് ഒരു ലൈനെങ്കിലും റെഫറൻസ് ഉണ്ട്. അപ്പോൾ നമ്മൾ സെക്കൻഡ് ഷോ ചെയ്യുന്ന സമയം മുതൽ അന്ന് എന്നെ ഉദ്ദേശിച്ചാണോ എനിക്ക് തോന്നുന്നില്ല, എന്നെപ്പോലും മനസ്സിലാക്കാറില്ല. ശ്രീനാഥ് എൻ്റെ ലൈഫിലെ ഡ്രീം പ്രോജക്ട് സുമാർ ഗ്രൂപ്പാണെന്ന് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ എന്തായാലും അന്ന് മുതലേ ഉള്ള അതിനോടുള്ള റീസെർച്ചും അതിനോടുള്ളൊരു ഒബ്സെഷനാണെന്ന് എനിക്ക് തോന്നുന്നു ശ്രീനാഥിൻ്റെ. പിന്നെ ഇതിൻ്റെ റൈറ്റേഴ്സ് ആണെങ്കിലും, പക്ഷെ നമ്മളിങ്ങനെ ഒരു പടം പ്ലാൻ ചെയ്യുന്നത് ഒരുപാട് പേര് കേട്ടപ്പോൾ തന്നെ നമ്മൾ ഒരുപാട് ഇൻഫർമേഷൻ ഇങ്ങനെ വന്നു തുടങ്ങി. ഓൾമോസ്റ്റ് ഈ കേസ് നടക്കുമ്പോൾ ആൾക്കാർ റിപ്പോർട്ട് ചെയ്യുന്ന പോലെ തന്നെ ഒരുപാട് പേര് അവരുടെ പേഴ്സണൽ എക്സ്പീരിയൻസുകളും അല്ലെങ്കിൽ അവർ കേട്ട കഥകളും ഒക്കെ ആയിട്ട് ഒരുപാട് അങ്ങനത്തെ കാര്യങ്ങൾ നമ്മൾ കേട്ടു. അപ്പോൾ അതിൽ മാക്സിമം എനിക്ക് തോന്നുന്നു കോമൺ ആയിട്ടുള്ള അല്ലെങ്കിൽ വിശ്വസിക്കാൻ പറ്റിയ എപ്പിസോഡ്സും കഥകളൊക്കെ പടത്തിലുണ്ട്. സോ എന്തായാലും ഒരു മേജർ പോയിന്റ് വരെയുള്ള നമ്മൾ അത്രയും റീസേർച്ചും ചെയ്തിട്ടുള്ള കഥയൊക്കെ തന്നെയാണ്. പക്ഷെ ആ സിനിമാറ്റിക് എക്സ്പീരിയൻസിനുള്ള കുറച്ച് ഫിക്ഷനുണ്ട്. അത് ഒരു പെർഫെക്റ്റ് ബ്ലെൻഡ് ആണെന്നാണ് എൻ്റെ വിശ്വാസം. ഒരു ഹോപ്പ് സ്റ്റോറി എന്ന് വേണമെങ്കിൽ പറയാം. ഈ കായംകുളത്തെ പോലെ പതിഞ്ഞു കിടക്കുന്ന ഒരു കഥാപാത്രം ഇത് ചെയ്തു വരുമ്പോൾ താങ്കളാണ് ഈ ആള് ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് ഒരാളെ പറ്റി താങ്കളുടെ മനസ്സിലൊരു പിക്ചർ വരുന്നത് വളരെ ക്രൂരമായ ആള്, അല്ലെങ്കിൽ എന്താണ് ഈ കഥാപാത്രത്തിനോട് താങ്കൾക്ക് വേണ്ടി തോന്നിയത്? ഞാനിപ്പോ ഇത് കുറച്ച് കാര്യങ്ങൾ നിങ്ങൾ സിനിമ കണ്ടിട്ട് തന്നെ എക്സ്പീരിയൻസ്. ഞാനിപ്പോ ഇയാൾ ശരിയാണ് തെറ്റാണോ എന്ന് ഞാനിവിടെ പറഞ്ഞിട്ട് തന്നെ നിങ്ങൾ ആ ഒരു എക്സ്പെരിമെന്റ് വെച്ച് പടം കാണും. പക്ഷെ എന്തോ അറിഞ്ഞോ അറിയാതെ ഈ ഫുൾ ലോക്ക്ഡൗൺ സമയത്ത് ഞാൻ ഏറ്റവും കൂടുതൽ കണ്ടത് ക്രൈം ഡോക്യുമെന്ററീസും അതുപോലത്തെ ഉള്ള റിയൽ ലൈഫ് ക്രിമിനൽസിനെ കുറിച്ചുള്ള കഥകളൊക്കെയാണ്. അപ്പൊ അതൊക്കെ കണ്ടപ്പോൾ എനിക്ക് പേഴ്സണലി തോന്നി നമ്മുടെ പടം ശരിക്കും ആ ഒരു രീതിയിലേക്ക് തന്നെയാണ് പോയേക്കുന്നത്. എങ്ങനെ പോയാലും ഈ അതുപോലത്തെ ഉള്ള കോൺ ആർട്ടിസ്റ്റുകളാണെങ്കിലും മേർഡേഴ്സ് ഒക്കെ ആണെങ്കിലും അവർക്കൊരു സെർട്ടൻ ചാമുണ്ടാവും. അല്ലാതെ അവർക്ക് ആരെയും എന്താ പറയുക ആകർഷിക്കാൻ കഴിയില്ല. ഒരു വിക്ടം ആണെങ്കിലും അവർക്ക് എത്തിപ്പെടാനും സംസാരിക്കാനും ഒക്കെ ഉള്ള ഒരു പേഴ്സണാലിറ്റി എപ്പോഴും ഇതുപോലത്തെ ഉള്ള വ്യക്തികൾക്കുണ്ട്. നമുക്കും ആദ്യം പേരുണ്ടാകും. നമ്മൾ
ചിലപ്പോൾ ഓവറി സ്റ്റൈലൈസായിരിക്കും, എനിക്ക് ഭയങ്കര ചാമിങ് ആയിരിക്കും, അങ്ങനെ തോന്നും. പക്ഷേ എനിക്ക് ഞാൻ ഓൾമോസ്റ്റ് കണ്ട എല്ലാത്തിലും ഈ ഒരു ഫാക്ടർ കോമൺ ആണ്. പിന്നെ എങ്ങനെ പോയാലും ഈ ക്യാരക്ടർ അങ്ങനത്തെ ക്വാളിറ്റീസ് ഉണ്ടോ. പിന്നെ എന്തായാലും ഗ്ലോറിഫൈ ചെയ്തിട്ടില്ല. ഹലോ ചേട്ടാ. ഉണ്ടാവും. അതിപ്പോ ഞാൻ പറഞ്ഞത് അത് എനിക്ക് പേഴ്സണലി തോന്നുന്നത് അങ്ങനെ ആയിരിക്കും. ഈ കുറിപ്പിന്റെ ഇവിടെ ഇരിക്കുന്ന പ്രസ് മീറ്റില് കുറിപ്പിന്റെ ആൾക്കാർ ആരെങ്കിലും കൈതല്ലി പൊടിച്ച ആളാണോ ഇവിടെ ഇരിക്കുന്ന സണ്ണീനെ? അദ്ദേഹം കയ്യിലൊരു പ്ലാസ്റ്റർ കേട്ടിട്ടുണ്ട്. എന്ത് പറ്റി തരത്തിലെ കഥാപാത്രത്തെ കുറിച്ച് പറയാമോ? എന്റെ കഥാപാത്രത്തിനെക്കാട്ടിലും ഇമ്പോർട്ടൻസിനെക്കാട്ടിലും കൂടുതൽ പിടികിട്ടാപ്പോൾ ഞാൻ കുറിപ്പ് കൊടുത്തന്നെ. എന്റേത് എനിക്ക് ഈ സിനിമ എന്ന് പറയുന്നത് എന്താ പറയാ, ഒരുപാട് കാലത്തിന് ശേഷം, അല്ലെങ്കിൽ എനിക്ക് ദുൽഖറിന്റെ കൂടെ എപ്പോഴും സിനിമയില് സ്ക്രീൻ സ്പേസ് ചെയ്യാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അതേപോലെ തന്നെ ശ്രീനാഥിന്റെ സിനിമ, അല്ലെങ്കിൽ എല്ലാവരും ദീപിനുണ്ട്, ദീപിൻ പള്ളിക്കുന്നേ, പിന്നെ ഒരുപാട് സുഹൃത്തുക്കൾ ഇതിനകത്ത് തന്നെയാണ്. അപ്പം അത് കൂടെ ഒരു എന്താ പറയുക, കുറിപ്പിന്റെ ഒരു കാലഘട്ടത്തിലുള്ള ഒരു കഥാപാത്രമായിട്ട് എനിക്ക് ചെയ്യാൻ പറ്റിയത് ഡിസൈൻ ചെയ്തിട്ടുണ്ട്. അതിനെക്കുറിച്ച് കൂടുതൽ ഒരു നറേഷനൊന്നും കൊടുത്തിട്ടില്ല. പക്ഷെ ആ സിനിമയിൽ ഒരു നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു പോർഷനായിരുന്നു. അപ്പോൾ അത് ചെയ്യാൻ പറ്റി. ഒരുപാട് സന്തോഷം എല്ലാ രീതിയിലും. എനിക്ക് കഴിഞ്ഞ ഒരു രീതി ഒരു ഫൈറ്റ് സീക്വൻസിനെ പറ്റിയത് എന്നീ സംഭവം. അതാണ് ഞങ്ങൾക്ക് ഏറ്റവും സന്തോഷകരമായ കാര്യം. നമ്മൾ ഒരുപാട് എഗ്രിമെന്റുമായിട്ട് ഒരിക്കലും ഈ ചെറുതല പുറകെ നടക്കേണ്ട ഒരു ഗതികേട് ഞങ്ങൾക്ക് ഉണ്ടായിട്ടില്ല. സസന്തോഷം ഇതിന്റെ പിന്നിൽ പ്രവർത്തിച്ചവരെല്ലാം സിനിമ തിയേറ്ററിൽ കൂടി പരമാവധി പ്രേക്ഷകരിലേക്ക് എത്തിക്കണം എന്ന ആഗ്രഹത്തിന്റെ പുറത്ത് നമ്മൾ സിനിമ തിയേറ്ററിൽ പ്രദർശിപ്പിക്കാൻ സമ്മതിച്ചാണ്. അല്ല ഇതിന് ഇത്ര ദിവസം നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് പ്രദർശിപ്പിച്ചു കൊടുക്കാമെന്നോ, MG കൊടുക്കാമെന്നോ, ഇല്ലെങ്കിൽ വേറെ ഫ്രീ റൺ കൊടുക്കാമെന്നോ ഒന്നും ഒരു എഗ്രിമെന്റും ഇത് ചെയ്തിട്ടില്ല. പ്ലീസ് നമ്മൾ ഈ ഒരു വേദിയിൽ എന്നെ പ്രകോപിപ്പിക്കരുത്. ഒന്നേ എനിക്ക് പറയാൻ പറ്റൂ. കാര്യം 5 അല്ല 50 സിനിമകൾ പോയാലും സിനിമ തിയേറ്ററുകൾ നിലനിൽക്കണം. നമുക്കറിയാം, നമ്മൾ ഒരു നടനെയോ ഒരു സംവിധായകനെയോ ഇല്ലെങ്കിൽ വേറെ ഒന്നിനെയോ ഡിപ്പെൻഡ് ചെയ്ത് സിനിമയോ സിനിമാ തിയേറ്ററുകളോ മുന്നോട്ട് പോകുന്നില്ല. അത് ചരിത്രം നമ്മളോട് പറഞ്ഞതാണ്. സിനിമാ തിയേറ്റർ ഇനിയും ബഹുദൂരം മുന്നിലോട്ട് പോകും. ആരുണ്ടായാലും ആരില്ലെങ്കിലും ആരുടെ സിനിമ വന്നാലും ആരുടെ സിനിമ വന്നില്ലേ അത് സംശയമൊന്നുമില്ല. പിന്നെ നിങ്ങൾക്കല്ല ഏറ്റവും വലിയ അഡ്വാൻറ്റേജ് ഇവിടെ കേരള പോലീസ് ഇല്ലെങ്കിൽ ലോകം ഒന്നാകെ പിടികൂടാൻ കാത്തിരുന്ന ഈ സുകുമാരക്കുറുപ്പിനെയാണ് 12-ാം തീയതി ബിഗ് സ്ക്രീനിലൂടെ നിങ്ങളുടെ മുന്നിലേക്ക് ഞങ്ങൾ അവതരിപ്പിക്കുന്നത്. കുറുപ്പിനായിട്ട് എന്താണ് തിയേറ്റർ അസോസിയേഷൻ പരിചയിച്ചിരിക്കുന്നത്? അതായത് ഇപ്പം വലിയൊരു ബിഗ് ബഡ്ജറ്റിന് വേണ്ടി നിങ്ങൾ കാത്തിരിക്കുകയാണ്. അപ്പൊ കുറുപ്പ് യഥാർത്ഥത്തിൽ നിങ്ങൾക്കായിട്ട് തിയേറ്ററിലേക്ക് തന്നു. അപ്പോഴേക്കും സ്പെഷ്യൽ ഷോ അങ്ങനെ എന്തെങ്കിലും പ്ലാൻ ചെയ്യുന്നുണ്ടോ? സ്പെഷ്യൽ ഷോ ഉണ്ട്. പിന്നെ അത് കഴിഞ്ഞിട്ട് ഞാൻ ആദ്യം പറഞ്ഞതുപോലെ കുറുപ്പിനുള്ള ഏറ്റവും വലിയ പ്ലസ് പോയിന്റ് ഞങ്ങൾ കരുതി വെച്ചിരിക്കുന്നത് സർവേശ്വരനുള്ള പ്രാർത്ഥന. ഈ ചിത്രത്തിന്റെ വിജയം ഞങ്ങളെ മാത്രമല്ല ഈ ഇൻഡസ്ട്രിയെ മൊത്തം പുനരുജ്ജീവിപ്പിക്കുമെന്നാണ് ഞങ്ങളുടെ പ്രതീക്ഷ. ആ പ്രാർത്ഥനയാണ് ഈ ചിത്രത്തിന്റെ പിന്നിലുള്ളത്. ഏകദേശം 10,000-ൽ ചില്ലുവാനും കുടുംബങ്ങളുടെ പ്രാർത്ഥന, പട്ടിണി കിടക്കുന്ന കുടുംബത്തിന്റെ പ്രാർത്ഥന, കുടുംബങ്ങളുടെ പ്രാർത്ഥന, അത് ഈ ചിത്രത്തിന്റെ പിന്നിലുണ്ട്. അത് ഒരു ദൈവാനുഗ്രഹം പോലെ ഈ ചിത്രത്തിന്റെ മേൽ ചൊരിയും എന്നുള്ളതിന് ഒരു സംശയവുമില്ല. ഈ ദുൽഖർ ഇപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ ചില സാഹചര്യത്തിൽ OTT-ലേക്ക് സിനിമ പോകേണ്ട സാഹചര്യം ഉണ്ടാകുന്ന ദുൽഖറാണ് പറയുന്നത്. ദുൽഖർ എന്തായാലും തിയേറ്ററിൽ തരാണ്. എന്തെങ്കിലും ദുൽഖർ ഇതുപോലെ OTT-ൽ കൊടുത്താൽ ദുൽഖറിന്റെ പോലെ ബഹിഷ്കരണം ഉണ്ടാവും തിയേറ്ററിൽ? ബഹിഷ്കരണം എന്നുള്ളത് ഞങ്ങളുടെ ശൈലിയല്ല. കാര്യം നിങ്ങൾക്ക് ഒന്നും മനസ്സിലാക്കാൻ ഞാൻ പല അഭിമുഖങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഈ 3.5 വർഷം ഞാൻ കേരള ഫിലിം ചേംബറിന്റെ പ്രസിഡന്റ് ആയിരുന്നു. ഈ 3.5 വർഷമാണ് ഇൻഡസ്ട്രി ഏറ്റവും കൂടുതൽ സമാധാനത്തിൽ പോയ ഒരു 3.5 വർഷം.
ആരെയും ബഹിഷ്കരിക്കുക, ആരെയും ഉപരോധിക്കുക, ഇതൊന്നും എൻ്റെ ശൈലിയല്ല. ഒരു കാര്യം നിങ്ങൾ ചോദ്യങ്ങൾ ചോദിക്കുന്നതിൻ്റെ ഇടയിൽ മറന്നു പോയത്, സിനിമകൾ തിയേറ്ററിൽ ആണ് കളിക്കേണ്ടത്, അല്ലെങ്കിൽ തിയേറ്ററിന് വേണ്ടിയിട്ടാണ് സിനിമകൾ ഉണ്ടായിട്ടുള്ളത്. സിനിമകൾ തിയേറ്ററിലാണ് ആദ്യം വരേണ്ടത്, അതിനുശേഷമല്ലേ ടി വി ഉണ്ടായിട്ടുള്ളത്. തിയേറ്റേഴ്സല്ല ആദ്യം ഉണ്ടായിട്ടുള്ളത്. അപ്പോൾ സിനിമകൾ എപ്പോഴും തിയേറ്ററിന് വേണ്ടിയിട്ടാണ് ഉണ്ടാക്കുന്നത് എല്ലാവരും. ഇപ്പോൾ സ്കൂൾസ് എല്ലാം ക്ലോസ് ചെയ്തു, എല്ലാവരും ഓൺലൈനിലല്ലേ ക്ലാസ്സസ് എടുത്തിരുന്നത് അല്ലേ? അതേപോലത്തെ ഒരു പരിപാടിയാണ് OTT. ആ സമയത്ത് തിയേറ്റേഴ്സ് ഒന്നും ഓപ്പൺ അല്ല. അപ്പോൾ എങ്ങനെയാണോ ജനങ്ങളുടെ മുന്നിലേക്ക് സിനിമ എത്തിക്കുന്നു ആ വഴി എത്തിക്കുന്നു എന്നുള്ളൂ. മനസ്സിലായ? എല്ലാം ഹോട്ടൽസ് ആണെങ്കിലും അങ്ങനെയല്ല നടത്തിയിരുന്നത്. ഡൈനിങ്സ് ഉണ്ടായിരുന്നില്ല അല്ലേ? സ്കൂൾസും ക്ലാസ്സസും എല്ലാം അങ്ങനെയല്ല നടക്കുന്നത്. എല്ലാ ക്ലാസ്സും, ഡാൻസ് ക്ലാസ്സും പാട്ട് ക്ലാസ്സും എല്ലാ സ്പോർട്സും സ്വിമ്മിങ് വരെ നടക്കുന്നു തോന്നുന്നു എനിക്ക് ഓൺലൈനിൽ. അപ്പൊ അങ്ങനെ ഒരു സാഹചര്യം ഉള്ളതുകൊണ്ടാണ് നമ്മൾ സിനിമ ഉണ്ടാകുന്നത് തിയേറ്ററിൽ കളിക്കാനാണ്. എല്ലാവരും കൂടിയിരുന്ന് അത്രയും ബിഗ് ആയിട്ടുള്ള സ്പേസിൽ, അത്രയും ബിഗ് സ്ക്രീനിൽ, അത്രയും സൗണ്ടിൽ, അത്രയും ക്വാളിറ്റിയിൽ കാണുന്ന ഒരു കലയാണ് സിനിമ. അതിൽ പിന്നെ സംശയമൊന്നും വേണ്ട. സിനിമ ഉണ്ടാകുന്ന തിയേറ്ററിൽ കളിക്കാൻ വേണ്ടിയിട്ട് തന്നെയാണ്. അപ്പൊ അതിനുള്ള സാഹചര്യം ഉണ്ടെങ്കിൽ നമ്മൾ തിയേറ്ററിൽ തന്നെ ഇറക്കുള്ളൂ. ഞങ്ങൾക്ക് പല സമയത്തും ടെൻഷൻ ഉണ്ടായിരുന്നു, അയ്യോ ഇത് OTT കാണേണ്ടി വരും, ചെറിയ സ്ക്രീനിൽ കാണേണ്ടി വരും. ഒരു പുതിയ സിനിമ എന്ന് പറഞ്ഞാൽ എന്താ, ബിഗ് സ്ക്രീനിൽ കാണാൻ പറ്റുന്നത്. അല്ലെങ്കിൽ നമുക്ക് ചാനലിൽ സിനിമ കണ്ടാൽ മതിയില്ല, പഴയ സിനിമ കണ്ടാൽ മതിയില്ല. പുതിയ സിനിമ എല്ലാവരും കൂട്ടത്തിലിരുന്ന് ഒരു വലിയ സ്പേസിൽ വലുതായി കാണാൻ പറ്റുന്നു. അതാണ് സിനിമ എന്ന കലാരൂപം. ഞാൻ ഒരു കാര്യം ഞാൻ പറയാം. ഈ ഉള്ള നമ്മുടെ ഇൻഡസ്ട്രി, ഈ വലിയ ബഡ്ജറ്റ് ഏത് സിനിമകളാണെങ്കിലും, ഞാൻ ഒന്നിനെ പേര് വെക്കുന്നില്ല, ഞങ്ങൾ ഉൾപ്പെടെ അതിന്റെ ഈ പടങ്ങളൊക്കെ ഞാൻ പറഞ്ഞ പോലെ കൺസീവ് ചെയ്തത് കോവിഡിന് മുന്നെയാണ്, ഷൂട്ട് ചെയ്തത് കോവിഡിന് മുന്നെയാണ്. ഓൾമോസ്റ്റ് എല്ലാവരും പ്രൊഡക്ഷനും പോസ്റ്റ് പ്രൊഡക്ഷനും ഒക്കെ കംപ്ലീറ്റ് ചെയ്തത് കോവിഡിന് മുന്നെയാണ്. ഇപ്പോഴത്തെ ഒരു സിറ്റുവേഷനിൽ ഇത് ഡയറക്റ്റ് OTT കൊടുത്താലോ തിയേറ്റേഴ്സിൽ മാത്രം റിലീസ് ചെയ്താലോ എങ്ങനെ നമ്മൾ ഈ ഡീൽ ചെയ്താലും എല്ലാവർക്കും റിസ്ക് ഉണ്ട്. ഇറ്റ് ഇസ് ഡെഫിനറ്റ്ലി ആ റിസ്ക് ഉണ്ട്. നമ്മളെല്ലാവരും ആ റിസ്ക് എടുത്തേ പറ്റൂ. എല്ലാവർക്കും മിക്ക നഷ്ടങ്ങളും ഉണ്ടാവും. എന്നാലും ഐഡിയലി തിയേറ്ററിലാണ് നമ്മളെല്ലാവരെയും ആഗ്രഹം, അങ്ങനെ മുമ്പോട്ട് പോകാനാണ് ഞങ്ങളുടെ തീരുമാനം. പക്ഷേ അവരുടെ തീരുമാനങ്ങൾക്ക് അവരുടേതായ കാരണങ്ങളുണ്ടാവും. എല്ലാവരും അവരുടെ ബെസ്റ്റ് ഓപ്പർച്യൂണിറ്റി എടുക്കുള്ളൂ. നമുക്കിത് പറയാനും ചർച്ച ചെയ്യാനും സുഖമാണ്. ഇതിന് മുന്നുള്ള ബുദ്ധിമുട്ടുകളും അല്ലെങ്കിൽ എഫേർട്ടും ഇതിന്റെ കോസ്റ്റും എക്സ്പെൻസും ഒക്കെ ഓരോ പടങ്ങളുടെ ടീംസ് മാത്രമേ അറിയാവൂ. റിസ്ക് എടുക്കണമെന്ന് പറയുമ്പോൾ നിർമ്മാതാവ് ഇത്രയും കോടി രൂപ മുടക്കുന്നു. ഇപ്പൊ നിങ്ങളാണ് ഇത്രയും കോടി രൂപയ്ക്ക് സിനിമ എടുക്കുന്നത്. തിയേറ്ററുകാരും അത് പ്രദർശിപ്പിക്കാൻ തയ്യാറായി കഴിഞ്ഞാൽ ആ റിസ്ക് നിർമ്മാതാവായിട്ട് തിയേറ്ററുകാർ ഇത്ര സ്ക്രീനുകൾ നൽകാം, നിങ്ങൾക്ക് ഇത്ര സ്ക്രീനുകൾ നൽകാം ഈ സിനിമയ്ക്കും പറയുന്നുണ്ട്, മരക്കാർ സിനിമയ്ക്കും പറയുന്നുണ്ട്. ആ റിസ്ക് ഏറ്റെടുക്കാൻ ആ നിർമ്മാതാവ് ഒന്ന് തയ്യാറാകണ്ടേ? നിങ്ങളുടെ കാഴ്ചപ്പാട്, നിങ്ങൾക്ക് ഒരു നിർമ്മാതാവ് കമ്പനിയിലുള്ളതല്ലേ? പറഞ്ഞു വന്നോണ്ടാണ് ചോദിച്ചത്. അല്ല, ഞങ്ങളെ കുറിച്ച് എനിക്ക് പറയാം. ഞങ്ങൾ നല്ല റിസ്ക് എടുത്തു. റിസ്ക് എന്തായാലും ഉണ്ട്. നിങ്ങളെല്ലാവരും പണം കാണുക. ഹോപ്പ്ഫുള്ളി ഞങ്ങളുടെ വിശ്വാസവും ഞങ്ങളുടെ റിസ്ക്കും പേ ഓഫ് ചെയ്യും. അതെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ കഴിഞ്ഞ മുന്നത്തെ ഏപ്രിലല്ലേ മരക്കാർ റിലീസ് ചെയ്യാൻ വരുന്നത്. അന്ന് റിലീസ് ചെയ്യാൻ പറ്റില്ല. പിന്നെ ഈ ഏപ്രിലിനും റിലീസ് ചെയ്യാൻ പറ്റില്ല. ഇപ്പോ ഇങ്ങനത്തെ സാഹചര്യം ആയിത്തീരുന്നു നമുക്ക് ആർക്കും മുൻധാരണ ഉണ്ടായിരുന്നില്ലല്ലോ. ഇതിന് സംഭവിച്ചതല്ലേ. അപ്പൊ എത്ര കാലം വെച്ചിട്ടാണ് ഇവർക്ക് വെയിറ്റ് ചെയ്യുന്നത്? മനസ്സിലായ? അപ്പൊ ഇതിന്റെ വലിയ പണം തന്നെയല്ലേ ചെലവാകുന്നത്. അപ്പൊ അത്രയാ അങ്ങനെ കണ്ടാൽ മതി. തന്നെ വ്യക്തിപരമായിട്ടും അങ്ങനെ തന്നെയാണ് നമ്മൾ കാണുന്നത്. നമുക്ക് തിയേറ്ററിൽ വന്നാലും നമ്മൾ കാണും, OTT വന്നാലും നമ്മൾ കാണും. തിയേറ്ററിൽ കാണുമ്പോൾ കുറച്ചും കൂടി സന്തോഷം ഉണ്ടാവും. മനസ്സിലായ? അത്രയും ബിഗ് ആയിട്ടുള്ള സിനിമകൾ ബിഗ് ആയിട്ട് തന്നെ കാണണ്ടേ. എന്താണ് ഇത്രയും ലാംഗ്വേജസിൽ വരണമെന്ന് ഒരു തോന്നലും കൂടി ടീമിനുണ്ടായത്? ഇല്ല, ഞങ്ങളിത് ആദ്യം ഇതിന്റെ ഒരു ഫൈനൽ ഒരു സ്ക്രീൻ പ്ലേ ലെവലിലേക്ക് എത്തുമ്പോഴാണ് ഞങ്ങൾ ഇരിക്കുന്നത്. ആ സമയത്ത് ഞാൻ എന്തായാലും പ്രൊഡക്ഷൻ തുടങ്ങാമെന്നുള്ളൊരു തീരുമാനത്തിലായിരുന്നു. നമ്മൾ വരനെയൊക്കെ തുടങ്ങി, മണിയുള്ള ഷോ തുടങ്ങി. അപ്പോൾ എന്തായാലും നമുക്ക് തന്നെ ചെയ്യാം. പിന്നെ എനിക്ക് അന്വേഷണ സപ്പോർട്ടും ഉണ്ടായിരുന്നു. ഇത്രയും ഭാഷകൾ ചെയ്യുന്ന ഇതൊരു നാഷണൽ ലെവലിലുള്ള ഒരു കഥയും എല്ലാവർക്കും, എല്ലാ ഇന്ത്യൻസിനും ഇൻട്രസ്റ്റ് തോന്നുന്ന ഒരു കഥയായിട്ട് തോന്നി. അതുകൊണ്ടൊക്കെ തന്നെ ഇത്രയും ലാംഗ്വേജിൽ ചെയ്യാമെന്നും അങ്ങനത്തെ തീരുമാനത്തിലെത്തി. പിന്നെ ദുൽഖറിന് ഈ ഭാഷകളിലൊക്കെ റീച്ചുണ്ട്. അത് കാരണം നമ്മൾ ഇത്രയും ഭാഷകളിൽ ചെയ്യാമെന്നും
പനി പിടിച്ചിരിക്കും. എന്നാണ് നല്ലത്. അപ്പം ഇപ്പം നേരത്തെ ചോദിച്ച ചോദ്യം എന്ന് പറയുന്നത് 2012 സെക്കൻഡ് ഷോ കഴിയുന്ന സമയത്ത് ഞാൻ ആക്ച്വലി ദുൽഖറിന്റെ അടുത്ത് പറഞ്ഞൊരു സബ്ജക്റ്റാണ് കുറിപ്പിനെ കുറിച്ചിട്ട്. അപ്പം അന്ന് ഞങ്ങൾ ഈ സിനിമയെ കുറിച്ച് ചിന്തിക്കുന്ന സമയത്ത് ഞങ്ങളെ സംബന്ധിച്ചോളം ഒരു വലിയൊരു സിനിമയാണ്, ഒരു ഡ്രീമാണ് ഞങ്ങളെ സംബന്ധിച്ചോളം. അപ്പം അന്ന് ഞങ്ങൾ ചെയ്ത ഒരു പടം എന്ന് പറയുന്നത് കൊച്ചു പടമാണ്.